എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു ദിവസം ഒരു 7 സെൻറ്റ് ഭൂമി അദ്ദേഹം സ്വന്തമായിട്ട് വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഞാൻ വാങ്ങിയ ഭൂമിയാണ്, എൻ്റെതാണെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് മൂപ്പരും ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് മൂഡ് ഓഫ് ആവാനുള്ള കാരണം. ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു അഹങ്കാരിയായി, പോക്കും ഞാൻ എൻ്റെതാണെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഭൂമി വാങ്ങാണ്. അപ്പോൾ അതായത് ഈ സമ്പത്ത് ഒന്നും എൻ്റെതല്ല എന്നുള്ള തോന്നൽ മാറി വന്നൊരു തോന്നൽ. നമ്മളൊക്കെ പലപ്പോഴും എന്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റെ കാറ്, എൻ്റെ ഒരുപാട് എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്ര അധികം ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ട് എന്നർത്ഥം. സ്ഥലം വാങ്ങിയിട്ട് ഒരു തവണ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആൾക്ക് ഒരു പശ്ചാത്താപം. കാരണം ഞാൻ അപ്പോഴും ഒരു അഹങ്കാരിയായി പോയോ, അർച്ചോൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സമ്പത്ത് അതിന് ഒരു തരി കിട്ടിയപ്പോക്കും അല്ലെങ്കിൽ ഒരു തരിയുടെ തരി കിട്ടിയപ്പോക്കും ഞാനൊക്കെ ഭയങ്കര രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന് അയാൾ. ഇത്ര സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ, വളരെ സാധാരണക്കാരായ ആൾക്കാർ നമ്മളെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കേണ്ടത്. പക്ഷെ ചിലപ്പോൾ അവർക്ക് നമ്മൾ ഇതേപോലെ ഒരു ഹോട്ട് സീറ്റിൽ ഇരുന്ന് തരുമെന്നൊന്നും അറിയില്ല. പക്ഷേ അങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാട് ആളുകൾ, അതുപോലെ മഞ്ചേരി തന്നെ ബേസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാപ്പി കച്ചവടക്കാരുണ്ട്. അതെ ഒരു കാപ്പി കച്ചവടക്കാരൻ. അയാൾ ഡീലിങ്ങിൽ ഒരു ഭയങ്കര ഇത് കണ്ടെന്നുണ്ടെങ്കിൽ ₹1 പോലും അയാൾ നമുക്ക് കടാക്കൂല. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളിടുന്നത് അത് നമുക്ക് തിരിച്ചു തരാനുള്ള സംവിധാനം പുള്ളി ചെയ്യും. എങ്ങനെയെങ്കിലും ഓടി നടന്നിട്ടുണ്ടാക്കും. വളരെ ചെറിയ പൈസക്ക് ഒരു കാപ്പിയും പൂളയും വിൽക്കുന്ന കുറേ വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ. ഞാനൊക്കെ പറയുന്നത് നമ്മളുടെ ബിസിനസ് ടൈമിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മൈക്രോ നിഷ് എന്ന് പറയും. ആ ഒരു മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ബിസിനസ് ചെയ്ത് അതിൽ ഒരു ആത്മനിർവൃതി കണ്ടിട്ട് നെയ്ക്കാപ്പി അല്ലേ, നെയ്ക്കാപ്പി ആയിട്ട് ആൾ കുറേ കാലമായിട്ട് ആൾ ജീവിച്ചിട്ട്, എന്നാലും അയാളുടേതായ ഒരു കുറേ കസ്റ്റമേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. ഏത് കസ്റ്റമറെയും വളരെ സന്തോഷത്തോടുകൂടി ബിസിനസിന്റെ കുറേ ബാലപാഠങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ബിസിനസ് മാത്രമല്ല, ഒരു സോഷ്യൽ ലൈഫിന്റെ കുറേ എലമെന്റ്സ്, ഒരാളുകളോടുള്ള ബിഹേവിയർ രീതികളുടെ എലമെന്റ്സ്, ആളുകളുടെ ഇടപാടുകളുടെ എലമെന്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരൊറ്റ ചെറിയ ഒരു തീമിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വിഷയമൊക്കെ കാണുന്നത്. അത്തരത്തിലുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ഒരൊറ്റ നെയ്ക്കാപ്പിയുടെ ഒരു സ്റ്റോറിയാണ് മഞ്ചേരി ബേസ് ചെയ്തിട്ട് വരുമ്പോൾ. ഓക്കെ, രസകരമായ കഥകളാണ് അങ്ങനത്തെ. അങ്ങനെ കുറേ ആളുകൾ ഓരോ നാട്ടിലും ഓരോ മുക്കിലും മൂലയിലും ഉണ്ട്. അവരൊക്കെ നമുക്ക് ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ, ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ മരിച്ചിട്ടോ അവരിന്ന് പഠിക്കാനുള്ള പാഠങ്ങളെ കുറിച്ചല്ല നമ്മൾ മിക്കവാറും എന്താന്ന് പറയുന്നുണ്ടെങ്കിൽ യൂസുഫ് അലി എന്ത് പറയുന്നു, യൂസുഫ് അലിയുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ത് പറയുന്നു. ഒരു സെലിബ്രിറ്റി മൂഡിലുള്ള ആളുകൾ ചെയ്ത പല കാര്യങ്ങളും അവർക്ക് വേണ്ടെന്നല്ല, ഇവരെയും കൂടി നമ്മൾ കൊണ്ടുവരണം. ഇതും കൂടി നമ്മള് സമൂഹത്തിലെ ആളുകൾ അറിയേണ്ടതാണ്. അപ്പോഴാണ് ഒരു കൾച്ചർ വളരെ. കാരണം എന്താണെന്ന് ഏറ്റവും പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ട് ഇവിടെ ജീവിച്ചു മരിച്ചു പോകുന്നുണ്ട്. ആ ഡിസൈറിന് അവർ ആ ഒരു ആഗ്രഹത്തിന് അവർക്ക് എന്ത് ചെയ്യില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളൊന്നും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് നമ്മളെ ആഗ്രഹങ്ങൾ പലപ്പോഴും ഒരു ദിവസത്തെ ആഗ്രഹമല്ല അടുത്ത ദിവസം മാറിപ്പോകുന്നതും. വേറെ അവിടെ ഒരു ഫോക്കസാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും.